Hi everyone, this is Xavier from Evika. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആപ്പിൾ സ്റ്റെപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. തുടക്കം തന്നെ നമ്മുടെ കുറച്ച് അപ്ഡേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ macOS സോണോമ ഒഫീഷ്യലായിട്ട് റിലീസ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ iOS 17.0.2 എന്ന പേരിലും watchOS 10.0.2 എന്ന പേരിലും iPadOS 17.0.2 എന്ന പേരിലും കുറേയധികം അപ്ഡേഷൻസ് ഒഫീഷ്യലി റിലീസ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബീറ്റ ടെസ്റ്റ് റണ്ണേഴ്സിന് iOS 17.1 ബീറ്റ 1ഉം watchOS 10.1 ബീറ്റ 1ഉം എന്നീ പറഞ്ഞ എല്ലാ പുതിയ OSന്റെയും ബീറ്റാസ് 1 ആപ്പിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ എന്തായാലും കാണുക, ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ iPhone 15 ഇറങ്ങിയപ്പോൾ തന്നെ iPhone 16ന്റെ ലീക്സും റൂമേഴ്സും ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. iPhone 16ന്റെ ലീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 സൈസിൽ ഇതേപോലെ പ്രോ മോഡൽസ് കിട്ടും. പക്ഷെ അതിന് ചെറിയ വേരിയേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വരെ റിലീസ് ആയിരുന്നത് 6.1 ഇഞ്ചും 6.7 ഇഞ്ചുമാണ്. പക്ഷേ 16 സീരീസിലേക്ക് നോക്കുമ്പോൾ 6.1 ഇഞ്ചും 6.9 ഇഞ്ചിലുമുള്ള ഒരു പ്രോ മോഡൽ നമുക്ക് ലഭിക്കുമെന്നും ആ ഒരു പ്രോ മോഡലിന് അൾട്ര എന്ന പേര് ലഭിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതും ലീക്സ് ആൻഡ് റൂമേഴ്സിൽ ഇപ്പോൾ വരുന്നതാണ്. നമുക്ക് ഒരു കൺഫേംഡ് ലീക്കും അല്ല, ജസ്റ്റ് വന്നപ്പോൾ പറഞ്ഞെന്ന് മാത്രം. അതേപോലെ നമുക്ക് ഇനി ഒരു ചീപ്പറായിട്ടുള്ള വിഷൻ പ്രോ കിട്ടില്ല എന്നാണ് മിൻചിക്കോ പറയുന്നത്. മിൻചിക്കോ പറയുന്ന അനുസരിച്ച് നമുക്കൊരു ചീപ്പർ, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന അത്രയും ഹൈ പ്രൈസ് അല്ല, ഒരു ലോ ബഡ്ജറ്റ് റേഞ്ചിൽ അല്ലെങ്കിൽ മിഡ് റേഞ്ച് ബഡ്ജറ്റിൽ വരുന്ന ഒരു വിഷൻ പ്രോ റിലീസ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അങ്ങനെ ഒരെണ്ണം വരുന്നില്ല. അതിന് പകരം 2027 നമുക്ക് ഈ പറഞ്ഞ വിഷൻ പ്രോ സെക്കൻഡ് ജനറേഷൻ റിലീസ് ആവാനാണ് ചാൻസ് ഉള്ളത്. നമ്മുടെ അടുത്ത ന്യൂസ് എന്നാൽ ഫിഡൽഫിയ അങ്ങനത്തെ ഒരു സ്ഥലം. ആ ഒരു സ്ഥലത്ത് ആപ്പിൾ സ്റ്റോറിൽ തെഫ്റ്റ് നടന്നു. ഈ തെഫ്റ്റ് നടന്നപ്പോൾ ഈ മണ്ടന്മാർ മനസ്സിലാക്കുന്നില്ല, ആപ്പിളിന് ഈ ഒരു ഫോൺ അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ബ്രിക്ക് ചെയ്ത് കളയാൻ പറ്റും, അതായത് യൂസ്ലെസ് ആക്കി കളയാൻ പറ്റും. നിങ്ങളൊരു കാര്യങ്ങളുണ്ട്, നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ റൺ ചെയ്യുന്ന എല്ലാ ഡിവൈസിലും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ എല്ലാ ആപ്സും എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഡെമോ പീസിൻ്റെ OS ആയിരിക്കും. അതായത് നമ്മുടെ ഈ പറയുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ OS അല്ല അവിടെ റൺ ചെയ്യുന്നത്. ഈ പറഞ്ഞ എല്ലാ ഷോറൂമിലും ഡെമോ OS റൺ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് ഫോൺ, ഏതൊക്കെ OS, ഏതാണ് സീരിയൽ നമ്പർ, എല്ലാ കാര്യങ്ങളും ആപ്പിൾ മനസ്സിലാക്കും. യവൻ വേറെ ഈ മണ്ടന്മാരൊന്നും അറിയാൻ പാടാത്തതുകൊണ്ടായിരിക്കും ഇതെല്ലാം കട്ടോണ്ടും പോയി. പക്ഷെ എല്ലാം യൂസേഴ്സായി, എല്ലാം ബ്രിക്കായി പോയി, ഒരു ഉപയോഗവും ഇല്ലാതെ വെറുതെ ഈ പറയുന്ന ഫോണുകളുടെ ഐപാഡിന്റെ പൊക്കത്തിൽ ജ്യൂസും കാര്യങ്ങളൊക്കെ ഒരു വെച്ച് കാണേണ്ട അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണേണ്ടത്. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്പിൾ പാർക്ക് ഫുള്ള് വിസിറ്റ് ചെയ്ത് കാണുന്നുണ്ടോ? നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ വിസിറ്റ് ചെയ്ത് കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ മാപ്സിലേക്ക് പോവുക. ആപ്പിൾ മാപ്സിൽ പോയി കഴിഞ്ഞിട്ട് ആപ്പിൾ പാർക്ക് എന്ന് സെർച്ച് ചെയ്യുക. ആപ്പിൾ പാർക്ക് സെർച്ച് ചെയ്യുമ്പോൾ സൈഡിലായിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു നമ്മൾ ഈ പറയുന്ന ടെലിസ്കോപ്പ് പോലത്തെ ഒരു ചിഹ്നം, ഒരു ഗ്ലിഫ് സൈഡിൽ കാണാൻ പറ്റും. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ പാർക്കിന്റെ നമുക്ക് പോകാൻ പറ്റുന്ന എല്ലാ റൂട്ടുകളും നമുക്ക് ഈ പറയുന്ന ഫുൾ വ്യൂ അല്ലെങ്കിൽ 360 വ്യൂവിൽ ഓടി നടന്ന് വാക്ക് അറൗണ്ട് ചെയ്യാൻ പറ്റും. അത്ര നല്ലൊരു ഫീച്ചർ നമ്മുടെ ആപ്പിൾ മാപ്സിൽ ആപ്പിൾ പാർക്കിനും അതിൻ്റെ ചുറ്റുമുള്ള സൈഡിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സൈഡിലെ എക്സ്പ്ലോറേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നും ഇനി മുതൽ ആപ്പിൾ പാർക്ക് സന്ദർശിക്കാൻ പറ്റും. iPhone 15 സീരീസിൽ പ്രത്യേകിച്ച് പ്രോ മോഡലിൽ കുറേയധികം ആൾക്കാർ ചൂടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ MKBHDയുടെ വീഡിയോയിൽ അവർ പറയുന്നത്, അല്ലെങ്കിൽ MKBHD പറയുന്നത്, ഞാൻ ഫുൾ ഡേ ഈ ഫോൺ യൂസ് ചെയ്തു, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഫ്ലൈറ്റ് മോഡ് ഇട്ടപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് 5% വരെ ചാർജ് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഈ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കുറേയധികം കൂട്ടുകാർക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോൾ ബഗ്ഗുകൾ വരുന്നുണ്ട്, അതേപോലെ ഓവർ ഹീറ്റ് ആവുന്നുണ്ട്, നമ്മുടെ ഡിവൈസിൽ യാതൊരു കാര്യങ്ങളും ആക്ടിവേറ്റ് ആവാതെ വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിന് ബഗ് ഉണ്ട്. നിങ്ങൾക്കും ഇൻസ്റ്റാഗ്രാമിന് ബഗ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമന്റ് ചെയ്യുക. കാരണം ഇൻസ്റ്റാഗ്രാമിൽ മ്യൂസിക് വരുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അപ്ലോഡ് ആവുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ സ്റ്റോറി അപ്ലോഡ് ആവുന്നില്ല. ഇങ്ങനെ കുറേയധികം ബഗ്ഗുകൾ വരുന്നുണ്ട്, ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നമുണ്ട്. ഇതൊക്കെ മെറ്റ എന്ന് പറഞ്ഞ കമ്പനി, അതായത് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കൺട്രോൾ ചെയ്യുന്ന മെറ്റ എന്ന് പറഞ്ഞ കമ്പനി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബഗ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഒരു ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഐഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തൊരു ന്യൂസ് നിങ്ങൾ നമ്മുടെ ഈ ആപ്പിൾ എന്തൂസിയാസ്റ്റിന് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന ഒരു കാര്യമാണ്. അതായത് ജോണി ഐവ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മുടെ ആപ്പിളിന്റെ സ്വന്തമായിട്ടുള്ള
നമ്മുടെ ഐഫോൺ എക്സ് ഒക്കെ ഇറങ്ങിയപ്പോൾ ദിസ് ഫോൺ ഇസ് റെവല്യൂഷണറി എന്നൊക്കെ പറഞ്ഞു വന്ന ആ ഒരു മൊട്ടത്തലൻ ചേട്ടനാണ് ഈ പറയുന്ന ജോണി അയ്യു എന്ന് പറഞ്ഞത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരൻ ഇപ്പോൾ ആപ്പിളിനെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. എയും നമ്മുടെ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും പുള്ളിക്കാരനാണ് ഈ പറയുന്ന ആപ്പിളിനെതിരെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടും ആപ്പിൾ ലവേഴ്സിന് അല്ലെങ്കിൽ ആപ്പിൾ എന്തൂസിയാസ്റ്റിന് നല്ല സങ്കടമുള്ള കാര്യമാണ്. പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. ഫാക്ട് നമുക്ക് എന്തോരം എത്രയാണ് സത്യം നമുക്കറിയില്ല. അതേപോലെ എല്ലാവരും കളിയാക്കിയിരുന്ന കാര്യമാണ് ഐഫോൺ റിവേഴ്സ് ചാർജിങ് ഇല്ല, ഐഫോൺ റിവേഴ്സ് ചാർജിങ് ഇല്ല. പക്ഷേ ഐഫോൺ ലേറ്റ് വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറഞ്ഞ പോലെ ഐഫോൺ റിവേഴ്സ് ചാർജിങ് ഇപ്പോൾ എല്ലാ ഡിവൈസിലും, അതായത് നിങ്ങൾക്കൊരു USB-C ടൈപ്പിലേക്ക് ചാർജ് ചെയ്യുന്ന ഏത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. റിവേഴ്സ് ചാർജിങ് ഫോൺ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലാ ഫോണും റിവേഴ്സ് ചാർജിങ് ടെക്നോളജിയും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ചാർജിങ്ങുള്ള ഒരേ ഒരു ഫോൺ മാത്രമേ നമുക്ക് റിവേഴ്സ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഐഫോണിലേക്ക് വന്നപ്പോൾ നമുക്ക് കേബിൾ കണക്ട് ചെയ്ത് ഏത് ഫോണും ഏത് ഹെഡ്സെറ്റും ഏത് മൗസും ഏത് കീബോർഡും നമുക്ക് പ്രവർത്തിപ്പിക്കാനും ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി റിവേഴ്സ് ചാർജിങ് ഇല്ല എന്ന പേരിൽ ഐഫോൺ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിക്ക് ആപ്പിൾ കൊണ്ടുവന്നപ്പോൾ ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും കാണാത്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേഷൻസ് ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin, Xavier, signing from Erica.